അല്ലടാ നിന്റെ ഉമ്മന്റെ ഒരു സ്വപ്നമായിരിക്കും ലാലേട്ടനൊന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യണമെന്ന്. അതെ അതെ, സ്വപ്നങ്ങളുടെ സമീർ 2 എപ്പിസോഡ് മുന്നേ എന്നോട് പറയാൻ തുടങ്ങിയത്, എടാ എങ്ങനെയെങ്കിലും ഒരു സ്വപ്നത്തിന്റെ സ്റ്റോറി ഉണ്ടെങ്കിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്താല് എനിക്ക് കുറച്ച് സ്വപ്നത്തിന്റെ സ്റ്റോറീസ് പറയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാം. അതെ, ഞാൻ ഈ ഇടയായിട്ട് 2 അടിപൊളി സ്വപ്നങ്ങളുണ്ട്. അടിപൊളിയല്ല, ഒരു ഭയങ്കര നോർമൽ അല്ലാത്ത ഒരു സ്വപ്നങ്ങള്. അതിലൊരു സ്വപ്നം എന്താന്ന് വെച്ചാല്, എനിക്ക് കുറെ ദിവസമായിട്ട് ഞാൻ എന്റെ കാറിന്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. വെറുതെ വരുത്, അതായത് ഈ കാറിന് എന്തേലും പറ്റിയാല് മൊത്തത്തിൽ എന്റെ പ്ലാന് ഫുൾ ഇതാവും, കാരണം എന്റെ ഫുൾ റിലൈസ് ചെയ്യണ ഈ ഒരു കാർമലാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ജസ്റ്റ് കൺസേൺഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രാത്രി സ്വപ്നം കണ്ടത്. അതും വൺ റിയലിസ്റ്റിക് സ്വപ്നം കേട്ടോ. അതായത് ഞാന് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഞാന് ഉള്ളിക്ക് പോകുന്നു ഞാൻ ഡ്രസ്സ് മാറ്റി അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഞാൻ എന്റെ ഇതിൽ, അതായത് ബാത്തിങ് ടവൽമേല, പിന്നെ ഫുൾ ഡ്രസ് ഒന്നും ഇല്ല, ഞാൻ ടവല് മാത്രം എടുത്തിട്ടുള്ളൂ. കാനഡയില് കുറച്ച് അധികം ഫ്രീ ആവുന്നുണ്ട് ബാത്ടവലിലൊക്കെ പോയാ വണ്ടി സ്റ്റാർട്ടാക്കും. എന്നിട്ട് ഞാനത് കഴിഞ്ഞാണ്ട് പിന്നെ അങ്ങാണ്ട് നോക്കുമ്പോണ്ട് എന്റെ വണ്ടി ഒരാൾ എടുത്ത് കൊണ്ടുപോവാ. ഞാനപ്പ ഈ ബാത്ത് ടവല് ഞാൻ ഇറങ്ങി ഓടി, വണ്ടിന്റെ പിന്നാലെ ഇറങ്ങി ഓടി ഞാൻ ഈ വാട്ടർലൂ സ്ട്രീറ്റിന്റെ അവിടേക്ക് എത്തി. എന്നിട്ട് പെട്ടെന്ന് ഒരു ഇതിലാണ്ടായ വല്ലാത്തൊരു കെട്ടലാണല്ലോ. ഇങ്ങോട്ട് ഒരു സ്ട്രീറ്റിന്റെ അവിടെ ഉണ്ടായപ്പോ ഇതങ്ങോട്ട് ബ്ലെൻഡായി. അതായത് ഒരു പാർക്കിങ്ങിൽ എന്തിലോ കയറി ഇവരെ കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് പോലീസൊക്കെ വന്ന് ഞാൻ പോലീസിനോട് പറയാം, അതായത് എന്റെ കാറ് ഇങ്ങനെ കൊണ്ടുപോയി ഞാൻ അങ്ങനെ ഓടിയതാണ്, ഇതാണ് എന്റെ കാറ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് എന്താവാണ്. അത്ര എനിക്ക് ഓർമ്മ ഉള്ളു. പക്ഷെ എന്റെ ഉള്ളില് ഫുള്ള് ഇത് വൺ റിയലിസ്റ്റിക് ആയിട്ട് എന്റെ ഉള്ളില് ഫുൾ പേടിയാണ് ഈ ഓടുമ്പോ അഴിഞ്ഞു പോണത്. അതൊരു സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നം എന്താന്ന് വെച്ചാല് അതും വൺ റിയലിസ്റ്റിക് കേട്ടോ. റാൻഡം ഡേ ഞാൻ അങ്ങനെ എന്റെ ഈ വീട്ടിൽ നിന്ന് മോളിന്ന് ഉറങ്ങി എഴുന്നേറ്റ് അങ്ങനെ വരിക. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ ഇങ്ങനെ വീട്ടിൽ എനിക്ക് ആൾക്കാരെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല, ആൾക്കാരെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങി എത്തുമ്പോ കറക്റ്റ് ഇവിടെ ഈ ടേബിളിന്റെ ഇവിടെ എന്റെ വാൾമാർട്ടിൽ എന്റെ മാനേജറായ സംഗീത ഇരിക്കുന്നുണ്ട്. സംഗീത ഇരുന്നിട്ട് സംഭവം എന്താന്ന് വെച്ചാല്, സംഗീതിന്റെ ഒരു ഫ്രണ്ടിന് ഞങ്ങളെ വീട്ടില് വീട് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ സംഗീതന് ഒരു ഐഡിയ ഇല്ല ഇതിന്റെ വീടാണെന്നില്ല. അങ്ങനെ ഇൻസ്റ്റന്റ്ലി നമ്മള് വന്നിട്ട് കാണുന്നു ഫുള്ള്. പെട്ടെന്ന് നീ എന്താ അവിടെ, അപ്പൊ ഞാനും നീ എന്താ അങ്ങനെയുള്ള ആരുത്. അത് എനിക്ക് ഭയങ്കര ഹിലേരിയസ് ആയി തോന്നി. കാരണം എന്തിനാ ഞാൻ സംഗീതനൊക്കെ സ്വപ്നം കാണുന്നത്? ഒന്ന് നമ്മള് ഉറങ്ങുന്നതിന് മുന്നേ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഉറക്കത്തില് സ്വപ്നം കാണുക. അല്ലെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് നിന്റെ വർക്ക്, കാറ്, പിന്നെ വീട് മൂവ് ചെയ്യണം, ഈ 3 കാര്യങ്ങളും നിന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളതാണ്. പിന്നെ അതില് നിന്റെ ബാത്ടവല് മാത്രമാണ് എനിക്കൊരു ഡൗട്ട് ആയിട്ടുള്ളത്. അത് ആ സ്റ്റോറി എന്താന്ന് എനിക്കറിയില്ല ഗൈസ്. അത് സമീറിന്റെ രഹസ്യങ്ങളുമാണ്.